നമുക്കെല്ലാം ഒരുമിച്ച് ദൈവത്തെ പാടി മഹത്വപ്പെടുത്താം.
യേശു
ഈ ദൈവത്തിന്റെ സ്നേഹം വർണ്ണിച്ചിടാൻ വാക്ക് പോരെ കേട്ടോ. എനിക്ക് നിങ്ങൾക്ക് ഹല്ലേലൂയ പുറം പറമ്പിൽ കിടന്ന് നമ്മളെ കോരിയെടുത്ത ഒരു ദൈവമുണ്ട്.
ദൈവം നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ നമ്മുടെ സ്ഥിതിക്ക് ദൈവം ഭേദം വരുത്തി. മറ്റുള്ളവർക്ക് അസൂയ തോന്നും വിധം എന്റെ നിങ്ങളുടെ സ്ഥിതിക്ക് ഭേദം വരുത്തിയ ഒരു ദൈവം. ആ ദൈവത്തെയാണ് ഞാൻ നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ദിവസങ്ങളിൽ ഈ 2026 നമ്മുടെ കാതിൽ കേട്ട ദൈവ ശബ്ദങ്ങളെല്ലാം നമ്മുടെ കണ്ണാൽ കാണാൻ പോവുകയാണ്. നമ്മുടെ സഭയോട് കേട്ട ദൈവദൂതികളെല്ലാം നമ്മുടെ കണ്ണാൽ കാണാൻ പോവുകയാണ്. ആ യേശു നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ നമ്മുടെ സ്ഥിതിയെ മാറ്റിയ ഒരു ദൈവം ഇതിലൂടെ കടന്നു വന്നിട്ടുണ്ട്. കണ്ണുണ്ടെങ്കിൽ കാണാത്ത ഒരു ദൈവത്തെ അല്ല ഞാൻ നിങ്ങൾ ആരാധിക്കുന്നത്. നമ്മൾ വിളിച്ചാൽ വിളി കേൾക്കുന്ന ഒരു ദൈവം. അളവില്ലാത്ത ദാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തന്നിരിക്കുന്ന ദൈവത്തെ ആരാധിക്കാൻ എത്ര പേർക്ക് സന്തോഷമുണ്ട്?
പ്രഭാഷണത്തിനായി ദൈവവചന കേൾവിക്കായി നമുക്ക് അല്പസമയം ദൈവത്തിലായിരിക്കാം. ദൈവജനം എല്ലാവരും പ്രാർത്ഥനയോടെ ദൈവത്തിലായിരിക്കണം. ദൈവത്തിന്റെ ആത്മാവ് സങ്കീർത്തനത്തിലൂടെ ദൈവാത്മാവ് നമ്മോട് പ്രബോധിപ്പിച്ചു. തുടർന്ന് ദൈവത്തിന്റെ വചനത്തിലൂടെ ആലോചന ഇന്ന് രാത്രി ആത്മാവിൽ ആമേൻ ആലെ കേൾക്കുവാൻ ആമേൻ എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കണം. ദൈവമേ, അങ്ങയുടെ വചനത്തിലൂടെ ഞങ്ങളോട് സംസാരിക്കണമേ, അടിയനോട് സംസാരിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ എല്ലാവരും ആയിരിക്കുമ്പോൾ ആമേൻ അല്പസമയത്ത് ദൈവിക ചിന്തയ്ക്കായി ആമേൻ സന്ധ്യയിൽ ദൈവാത്മാവ് തന്നിരിക്കുന്ന ആലോചന ആമേൻ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 15-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. ജെറമ്യാ ചാപ്റ്റർ 15 വേഴ്സ് 19. ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ മടങ്ങി വന്നാൽ ഞാൻ നിന്നെ എന്റെ മുമ്പാകെ നിൽപ്പാൻ തക്കവണ്ണം വീണ്ടും കൈക്കൊള്ളും. നീ അധമമായത് ഒഴിച്ച് ഉത്തമമായത് പ്രസ്താവിച്ചാൽ നീ എന്റെ വായി പോലെയാകും. അവർ നിന്റെ പക്ഷം തിരിയും, നീ അവരുടെ പക്ഷം തിരികയില്ല. അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ തിരുവചനത്തിനായി സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവിനാൽ യിരെമ്യാ പ്രവാചകനിലൂടെ ദൈവത്തിന്റെ ആത്മാവ് അരുളി ചെയ്ത ദൈവത്തിന്റെ തിരുവചനമാണ് ഈ സന്ധ്യയിൽ നാം വായിച്ചു കേട്ടത്. സ്തോത്രം. ആമേൻ. പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന ദൈവമക്കൾ ഈ വചനത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഇടപെടണമെന്നുള്ള ആ പ്രാർത്ഥനയോടെ മുൻപോട്ട് ദൈവത്തിലായിരിക്കുക. ആമേൻ. യിരെമ്യാ പ്രവാചകനിലോടുള്ള ദൈവത്തിന്റെ അരുളപ്പാട് ആമേൻ നമുക്കറിയാം. ആമേൻ. സ്തോത്രം. ദൈവത്തിന്റെ ജനപ്രവാസത്തിലേക്ക് പോകുമെന്നുള്ള ആത്മാവിലുള്ള പ്രവചനം യിരെമ്യാവിന്റെ പ്രവചനമായി. അവൻ ചെറുപ്രായത്തിൽ തന്നെ അവൻ പൗരോഹിത്യ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടവൻ, ഒരു പുരോഹിതനായി മാറേണ്ടവനായിരുന്നു യിരെമ്യാവ്. അവൻ പാരമ്പര്യ പശ്ചാത്തലം എടുത്തു നോക്കിയാൽ ഒരു പുരോഹിതനായി മാറേണ്ടവൻ അവൻ ചെറുപ്രായത്തിൽ തന്നെ അവൻ ദൈവത്തിന്റെ പ്രവാചകനായി ദൈവം തിരഞ്ഞെടുത്ത അവൻ ദൈവത്തിന്റെ ശബ്ദമായി ദൈവം നിർത്തിയിരിക്കുമ്പോ അവൻ ശക്തനായ പ്രവാചകന്മാരിൽ ഒരാളായി മാറുക ദൈവം കൃപ നൽകി. ആരെയും നന്ദിയോടെ സ്തോത്രം. അവൻ തനിക്ക് വേണ്ടുന്ന പോലെ സംസാരിക്കാൻ കഴിവോ, അവൻ വേണ്ടുന്ന പോലെ ശക്തിയോ ഒന്നുമില്ലാതെ അവൻ അനവധി കഷ്ടങ്ങളോടെ താൻ കടന്നുപോയി. എന്നാൽ അവൻ വിളിച്ചു വേർതിരിച്ചവൻ അവൻ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയായിരുന്നു. ആ ദൈവത്തിന്റെ അരുളപ്പാട് അവൻ ജനം മടങ്ങി വരേണ്ടതിന് ആ ജനത്തോടുള്ള അരുളപ്പാട് ശക്തമായി അരുളി ചെയ്യുക യിരെമ്യാ പ്രവാചകന്റെ ജീവിതത്തിൽ നടന്നെങ്കിൽ ഇന്ന് രാത്രി ആ ദൈവത്തിന്റെ വചന ആ ദൈവസനി പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന അവൻ നമ്മളിലൂടെ അവൻ ദൈവത്തിന് അത് പ്രവർത്തിക്കാൻ കഴിയുമെന്ന് അവൻ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പ്രാരംഭത്തിൽ നമ്മോട് അറിയിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഇവിടെ ജനം പ്രവാസത്തിലേക്ക് പോയി. പ്രവാസത്തിലേക്ക് പോകാനുള്ള കാരണം ആമേൻ ജനം ദൈവത്തെ അനുസരിക്കാൻ ആമേൻ കൂട്ടാക്കാതെ പാപത്തോട് പാപം കൂട്ടിക്കൊണ്ട് അകൃത്യത്തിൽ തന്നെ കിടക്കുവാൻ അവൻ ജനം ആഗ്രഹിച്ച് അവർ അങ്ങനെ തന്നെ പോയി. ദൈവത്തെ കേൾക്കുവാനോ ദൈവത്തിന്റെ വാക്ക് കേട്ട് ദൈവത്തോടൊപ്പം നിൽക്കേണ്ടവർ ദൈവത്തോടൊപ്പം നിൽക്കാൻ കഴിയാതെ വന്ന നിമിത്തം അവർ പ്രവാസത്തിലേക്ക് പോകുവാനിടയായി തീർന്നു. ആമേൻ. സ്തോത്രം. അത് ദൈവത്തിന് വലിയ ദുഃഖമായി, അത് ദൈവത്തിന് വലിയ ഭാരമായി. ദൈവമക്കളെ, ദൈവത്തിന്റെ ആഗ്രഹം ദൈവത്തിന്റെ ജനം ദൈവത്തോടൊപ്പമായിരിക്കണം. ദൈവത്തോടൊപ്പം മാത്രമായി ദൈവത്തിന്റെ ജനമെന്ന് അവൻ പിതാവായ ദൈവം ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രി പറയട്ടെ, അവൻ പഴയ നിയമത്തിലെ ദൈവത്തിന്റെ ജനത്തെ കുറിച്ചുള്ള ദൈവത്തിന്റെ അതേ ആഗ്രഹം പുതിയ നിയമത്തിലും പുതിയ നിയമത്തിലായിരിക്കുന്ന ദൈവത്തിന്റെ ജനത്തെ കുറിച്ചും അവൻ ദൈവം അതുതന്നെയാണ് ആഗ്രഹിക്കുന്നത്. തന്റെ പുത്രനിലൂടെ അവൻ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ ജനം ദൈവത്തോടൊപ്പം ആയിരിക്കണം. അവരിൽ ദൈവം വസിക്കണം. ദൈവം അവരുടെ ഇടയിൽ വസിക്കണമെന്നോ അവരുടെ ഇടയിൽ നടക്കണമെന്നോ ദൈവം അതിയായി ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം ആത്മാവ് ദൈവത്തിന്റെ ദാസന്മാരോട് ദൈവം അരുളി ചെയ്യുന്നത്. അവൻ വർഷങ്ങളായ വചനം, അവൻ വർഷങ്ങൾക്ക് മുമ്പ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവൻ ദൈവം അരുളി ചെയ്ത വചനം അവൻ ഈ നൂറ്റാണ്ടിലും അവൻ ഈ സന്ധ്യയിലും അവൻ ദൈവത്തിന്റെ ആത്മാവിൽ അത് കേൾക്കുക അവൻ ഭാഗ്യം ലഭിച്ച ജനത്തെ ഓർത്തു സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. യിരെമ്യാവ് അവൻ ശക്തമായ പ്രവചനം ദൈവത്തിന്റെ അരുളപ്പാട് അവൻ ദൈവജനത്തോടെ ഒരു മടിയും കൂടാതെ ഒരു ലജ്ജയും കൂടാതെ അരുളി ചെയ്യുവാനിടയായി. അത് നിമിത്തം താൻ ഒരുപാട് നിന്ദ അനുഭവിക്കേണ്ടി വന്നു, ഒരുപാട് പീഡനം സഹിക്കേണ്ടി വന്നു, ഒരുപാട് കഷ്ടത അനുഭവിക്കേണ്ടി വന്നു.
ആർക്കു വേണ്ടി? ദൈവത്തിനു വേണ്ടി. ദൈവത്തിന്റെ അരുളപ്പാട് അറിയിക്കുവാൻ അവൻ വിളിച്ച് വേർതിരിച്ച ഇരമ്യാവ് അവൻ ദൈവം നിർത്തിയത് കൊണ്ട് അവൻ ഒരുപാട് കഷ്ടത്തിലൂടെ കടന്നു പോകേണ്ടവർ. ഇതിന്റെ പ്രാരംഭവാക്യം അധ്യായം മുഴുവൻ നാം വായിക്കുമ്പോൾ യഹോവ എന്നോട് അരുളി ചെയ്തത്, മോശയും ശമൂവേലും എന്റെ മുമ്പാകെ നിന്നാലും എന്റെ മനസ്സ് ഈ ജനത്തിങ്കിലേക്ക് ചായുകയില്ല. ഇവരെ എന്റെ മുമ്പിൽ നിന്ന് ആട്ടിക്കളക, അവർ പോയിക്കൊള്ളട്ടെ. കേട്ടോ? സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഭക്തന്മാർ ഈ ജനത്തിനു വേണ്ടി ദൈവത്തിന്റെ മുമ്പാകെ നിന്നാലും ദൈവത്തിന് മനസ്സലിവ് ഉണ്ടാകത്തില്ല. അത്രമാത്രം ദൈവത്തിന് ഈ ജനത്തോട് നീരസമുണ്ടായി. സ്തോത്രം. ചെറിയ കാര്യമാണോ? ഇന്ന് രാത്രി ദൈവമക്കളെ, ദൈവത്തോടൊപ്പം നിൽക്കുന്ന ദൈവത്തിന്റെ ജനം ദൈവത്തെ നീരസപ്പെടുത്താൻ പോകരുത്. ദൈവത്തെ നീരസപ്പെടുത്താൻ പോയാൽ ദൈവത്തിന്റെ ജനത്തോട് ദൈവത്തിന് സംസാരിക്കുവാനോ ദൈവത്തിന് ഇടപെടാനോ മനസ്സില്ലാത്ത അവസ്ഥയിലേക്ക് പോകുവാനിടയാകും. നമ്മുടെ വിഷയം എന്താണ്? നമ്മുടെ ആഗ്രഹം എന്താണ്? ദൈവം എന്നോട് മനസ്സറിയണം, ദൈവം എന്നോട് കരുണ തോന്നണം, ദൈവം എന്നോട് മനസ്സറിഞ്ഞാൽ മാത്രമേ എന്റെ ആത്മീയ ജീവിതം അനുഗ്രഹവും വിടുതലുമായി മാറത്തുള്ളൂ. എന്നോട് മനസ്സറിഞ്ഞാല് ഞാൻ ആരാധിക്കുന്ന ദൈവസഭ അനുഗ്രഹിക്കപ്പെടത്തുള്ളൂ, അത് ദൈവജനം അനുഗ്രഹിക്കപ്പെടത്തുള്ളൂ. നമ്മുടെ കുടുംബം, നമ്മുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ സ്വർഗം മനസ്സറിയണം, ദൈവം മനസ്സറിയണം. ദൈവം മനസ്സറിയണമെങ്കിൽ ദൈവത്തെ നീരസപ്പെടുത്താൻ പോകരുത്. നമ്മുടെ പ്രവർത്തികൾ, നമ്മുടെ വാക്കുകൾ, നമ്മുടെ ഇടപാടുകളൊക്കെ ദൈവത്തിന് ഇഷ്ടമുള്ളതായിരിക്കണം. ഈ ജനം ചെയ്തതുപോലെ നാം ആരും ചെയ്യരുത് എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ വചനങ്ങളുടെ വ്യക്തമായ മുന്നറിയിപ്പ് ഇന്ന് രാത്രി നൽകുക. സന്തോഷമുണ്ട് ദൈവം. ഹല്ലേലൂയ. മറ്റാരുമല്ല ഇവിടെ അവൻ ദൈവത്തെ നീരസപ്പെടുത്തിയത്, ദൈവത്തിന്റെ ജനം. ഹല്ലേലൂയ. ഇവരെ എന്റെ മുമ്പിൽ നിന്ന് ആട്ടിക്കളക, അവർ പോയിക്കൊള്ളട്ടെ. സ്തോത്രം. നന്ദിയോടെ സ്തോത്രം. താഴോട്ട് ചിന്തിക്കുമ്പോഴൊക്കെ അവർ ചെയ്തു കൂട്ടിയ വിഷയങ്ങൾ എന്താണ്, അവരുടെ പാപങ്ങൾ എന്തായിരുന്നു, അവരുടെ അകൃത്യങ്ങൾ എന്തായിരുന്നു എന്ന് ആ ഭാഗങ്ങളിൽ നിന്നൊക്കെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. അതിലേക്കൊന്നും പോകുന്നില്ല. എന്നാൽ ഈ ജനം ദൈവത്തിന്റെ ന്യായവിധി ഈ ജനത്തിന്റെ മേലുണ്ടെന്ന് ശക്തമായി അരുളി ചെയ്ത ഇരമ്യാവിനെ അവർ വെറുതെ വിട്ടില്ല. കേട്ടോ? കേട്ടോ? ദൈവത്തിന്റെ ജനം, ദേശത്തിന്റെ ജനം അകൃത്യം ചെയ്യുന്ന നിമിത്തം, പാപം ചെയ്യുന്ന നിമിത്തം ദൈവത്തിന്റെ ന്യായവിധി ഉണ്ട്, ദൈവത്തിന്റെ ന്യായവിധി ഉണ്ടെന്ന് അരുളി ചെയ്യുക തന്റെ പ്രവാചകന്മാരെ ദൈവം എഴുന്നേൽപ്പിച്ചു. അന്ന് എഴുന്നേൽപ്പിച്ചു, ഇന്ന് എഴുന്നേൽപ്പിച്ചു ദൈവം നിർത്തിയിട്ടുണ്ട് എന്ന ദൈവവചനത്തിലൂടെ ദൈവവചനം കേട്ട് ഇരിക്കുന്ന ജനത്തിന്റെ കുറവുകൾ, അവരുടെ വീഴ്ചകൾ ദൈവത്തിന്റെ വചനത്തിലൂടെ അരുളി ചെയ്യുമ്പോ തീരസമുണ്ടാകരുത്. സന്തോഷമുണ്ടോ? നിന്റെ ഹൃദയത്തോട് ദൈവത്തിന്റെ വചനം ഇടപെടുമ്പോ നിന്റെ കുറവുകൾ ആ വചനത്തിന്റെ മുമ്പാകെ നിന്റെ ഹൃദയത്തിനകത്ത് വെളിപ്പെടുന്നെങ്കിൽ ആ കുറവുകൾ, ആ വീഴ്ചകൾ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് കേട്ട വചനത്തിന്റെ മുമ്പാകെ, കേട്ട ആലോചന മുമ്പാകെ ഒന്ന് നിരപ്പ് പ്രാപിച്ച് ദൈവസന്നിധിയിലേക്കൊന്ന് മടങ്ങി വരാനാ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കും. സ്വത്രം. എന്നാ ഇവിടെ മടങ്ങി വരാൻ മനസ്സില്ലാതെ പോയ നിമിത്തം അവർ പോയിക്കൊള്ളട്ടെ, അവരെ എന്റെ മുമ്പിൽ നിന്ന് ആട്ടിക്കളക. കേട്ടോ? ദൈവം പറയുന്ന കേട്ടോ? ഇന്ന് രാത്രി വളരെ വേദനയോടെ ഇരമ്യാ പ്രവാചകൻ സ്വത്രം ഈ അരുളപ്പാട് അറിയിക്കുന്നത് എന്ന് എന്റെ ചിന്തയിൽ ഞാൻ അങ്ങ് പറയുക. ശരിയല്ലേ? ഒരു ജനത്തിന്റെ അവസ്ഥ താൻ ദോഷമൊന്നും ചെയ്യാൻ പോയില്ല. കേട്ടോ? ഇരമ്യാ പ്രവാചകനെ കുറിച്ച് പഠിച്ച താൻ ഒരു ദോഷവും ചെയ്തില്ല. പക്ഷേ ഒരു ദോഷവും ചെയ്യാതെ ദൈവത്തിന്റെ അരുളപ്പാട്, ദൈവത്തിന്റെ ന്യായവിധി ദൈവത്തിന്റെ ജനത്തെ അറിയിച്ച നിമിത്തം താൻ ഒരുപാട്
അനുഭവത്തിലൂടെ ഒരുപാട് വേദനയുടെ കടന്നുപോയി. ഇന്ന് രാത്രിയിൽ പറയട്ടെ, പരമാർത്ഥ ഹൃദയത്തോട് ദൈവത്തിന്റെ സന്നിധി തന്റെ ദൈവത്തിന്റെ ദാസന്മാർ ദൈവവേലയോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ അരുളപ്പാട് അറിയിക്കുന്ന ഭക്തന്മാർ അനവധി വേദനയുടെ അനവധി നിന്ദയുടെ കടന്നു പോകും. പക്ഷെ ഒരു കാര്യം പറയാം, ദൈവം അവരോടുകൂടെയുണ്ട്, ദൈവം അവർ കൂടെ ഉണ്ടെന്നുള്ള വ്യക്തമായ അരുളപ്പാടാണ് ഇന്ന് വായിച്ച വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്തോത്രം. നാം ഇരമ്യാവ് അനുഭവിച്ച നിന്ന അത് മനസ്സിലാക്കണമെങ്കിൽ 15:10 മുതൽ ഞാൻ വായിക്കാം. എന്റെ അമ്മേ, സർവദേശത്തിനും കലഹക്കാരനും വിവാദക്കാരനുമായിരിക്കുന്ന എന്നെ നീ പ്രസവിച്ചുവല്ലോ. അയ്യോ കഷ്ടം, ഞാൻ പലിശയ്ക്ക് കൊടുത്തിട്ടില്ല, എനിക്ക് ആരും പലിശ തന്നിട്ടുമില്ല, എന്നിട്ടും അവരെല്ലാവരും എന്നെ ശപിക്കുന്നു. കേട്ടോ, ഒരു കാരണം കൂടാതെ ആരെ ശപിക്കുക? ഇരമ്യാവിനെ ശപിക്കുക. ഒരു കാരണം കൂടാതെ പ്രവാചകനെ ശപിക്കുക. എന്താ കാര്യം? ദൈവത്തിന്റെ അരുളപ്പാട് ജനത്തിൽ കാണിച്ചിരിക്കുന്ന, ജനം കാട്ടിക്കൂട്ടുന്ന വൃത്തികേടുകള്, ജനം കാട്ടിക്കൂട്ടുന്ന അകൃത്യങ്ങൾ, ജനത്തിന്റെ പാപങ്ങള് ദൈവാത്മാവിൽ വിളിച്ചു പറയുമ്പോ, ആത്മാവിൽ ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുമ്പോ പാപം ചെയ്യുന്ന ജനം, ആ ജനം പാപത്തിൽ കിടക്കാനല്ല, ആ പാപത്തിൽ നിന്ന് മടങ്ങി വന്ന് ദൈവത്തോടൊപ്പം നിൽക്കണമെന്നുള്ള ദൈവത്തിന്റെ അരുളപ്പാട് അല്ല എങ്കിൽ ആരല്ല ദൈവത്തിന്റെ സന്നിധി നിന്നാലും മനസ്സലിവ് ദൈവത്തിന് തോന്നത്തില്ല. ഈ നാളുകളിലും ആത്മാവിൽ ശുശ്രൂഷിക്കാൻ ദൈവദാസന്മാരെ അനുവദിക്കത്തില്ല. സ്തോത്രം, സ്തോത്രം. ആത്മാവിൽ ശുശ്രൂഷിക്കുന്നവരെ ആർക്കും താല്പര്യമില്ല കേട്ടോ. ആത്മാവിൽ ശുശ്രൂഷിക്കുന്നവരെ ഈ നാളുകളിലും വേണ്ട കേട്ടോ. കാരണം ആത്മാവിൽ ശുശ്രൂഷിക്കുന്ന ദൈവത്തിന്റെ ദാസന്മാർ അവർ ദൈവവചനമായി എഴുന്നേൽക്കുമ്പോ ദൈവത്തിന്റെ വചനത്തിലൂടെ അരുളപ്പാട് അതിന്റെ പൊരുളുകൾ ആത്മാവിൽ വിളിച്ചറിയിക്കുമ്പോ ഇരുന്ന് പണി കാണിക്കുന്നവർ, സഭയ്ക്കകത്തിരുന്ന് പണി കാണിക്കുന്നവർ, പാസ്റ്റർക്കിട്ട് പണി കാണിക്കുന്നവർ, കൂട്ടുവിശ്വാസിക്കിട്ട് പണി കാണിക്കുന്നവന്റെ ഉള്ളിനകത്തോട്ട് ഈ വചനം ഒന്ന് ചെല്ലും. അവനെ കൊത്തുകൊള്ളു. പക്ഷേ മാനസാന്തരമാണെങ്കിൽ അത് അനുഗ്രഹമാകും. മാനസാന്തരമല്ലെങ്കിൽ എങ്ങനെ അറിയാം? പ്രസംഗിക്കുന്നവനെ കുറ്റം പറയാൻ തുടങ്ങും. അവനെ മാറിയിരുന്ന് ശപിക്കാൻ തുടങ്ങും. അവനെ മാറിയിരുന്ന് കേട്ടിട്ടില്ലേ? ഒത്തിരി ഉണ്ടെന്ന്, ഒരുപാടുണ്ടെന്ന്. ശക്തമായ വചനം ദൈവാത്മാവിൽ ശുശ്രൂഷിച്ച് ആ വചനം കേൾക്കുമ്പോ അത് ചിലപ്പോ സോഷ്യൽ മീഡിയയിലൂടെ ആയിരിക്കാം, അത് ചിലപ്പോ അത് ഹോളിനകത്തായിരിക്കാം, അത് ചിലപ്പോ കൺവെൻഷൻ സ്ഥലത്തായിരിക്കാം. എവിടെയായിരുന്നാലും ആത്മാവിൽ നിൽക്കുന്ന ദൈവദാസന്മാർ ആത്മാവിന്റെ അരുളപ്പാട് അറിയിക്കുമ്പോ മനസ്സിനകത്ത് കൊത്തുകൊണ്ട, മനസ്സിനകത്ത് ദൈവാത്മാവ് ഇടപെട്ട ഈ മാനസാന്തരപ്പെട്ടോണം. അതാ ദൈവം ആഗ്രഹിക്കുക. അല്ലാതെ അവിടെ ഇരുന്നു കൊണ്ട് പ്രസംഗിക്കുന്നവനെതിരെ മാർക്കിട്ട അങ്ങനെ ഒരു കൂട്ടമുണ്ട്. അന്നുകൊണ്ട് ഇന്നുകൊണ്ട് കൊണ്ടോ ഇരമ്യാവിനെ ശപിക്കുക. സ്തോത്ര. ഞാൻ ആർക്കും പലിശയ്ക്ക് കൊടുത്തിട്ടില്ല, എനിക്ക് ആരും പലിശയ്ക്ക് തന്നിട്ടില്ല, എന്നിട്ടും അവരെല്ലാവരും എന്നെ ശപിക്കുന്നു. യഹോവ അരുളി ചെയ്തത്, ഞാൻ നിന്നെ നന്മയ്ക്കായി രക്ഷിക്കും. നിശ്ചയം അനർത്ഥകാലത്തും കഷ്ടകാലത്തും ഞാൻ ശത്രുവിനെ കൊണ്ട് നിന്നോട് യാചിപ്പിക്കും. നിശ്ചയം. കേട്ടോ, സ്വന്തം ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം. യഹോവയുടെ അരുളപ്പാട് ആത്മാവിൽ വിളിച്ചു പറയുക എന്നുള്ള ഉത്തരവാദിത്വം ഇരമ്യാ പ്രവാചകൻ കൃത്യതയോടെ ചെയ്യുന്നത് കൊണ്ട് സ്വന്തം രക്ഷിപ്പാൻ ആരുണ്ട്? കർത്താവുണ്ട്. കേട്ടോ, ഇന്ന് രാത്രി വചനത്തിലൂടെ ദൈവ ശബ്ദം കേൾക്കുന്ന ദൈവദാസ, ദൈവ പൈതല്, പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്ന ഒരൊറ്റ കാര്യം, ആരെല്ലാം പരിഹസിച്ചോട്ട്, ആരെല്ലാം മാറിയെന്ന് ശപിച്ചോട്ട്, ആരെല്ലാം നിന്ദിച്ചോട്ട്, ഇന്ന് രാത്രി ഇരമ്യാവിനെ രക്ഷിച്ച ദൈവം, ഇരമ്യാവിനെ വിടുവിച്ച ദൈവം അനർത്ഥം ജാതിയെ മൂടി, അനർത്ഥം ദൈവത്തിന് എതിരായി നിന്നവരെ മൂടി എന്ന ദൈവത്തെ അനുസരിച്ചുകൊണ്ട് ദൈവത്തിന്റെ അരുളപ്പാട് ഏറ്റെടുത്ത് ആത്മാവിൽ വിളിച്ചു പറയുന്നവന്റെ കൂടെ ദൈവമുണ്ട്, രക്ഷയായി ദൈവമുണ്ട്. ഇന്ന് രാത്രി സ്വർഗ്ഗം പറയുന്നത് അത് മാത്രം.
സന്തോഷമുള്ള ദൈവമക്കൾ ദൈവത്തെ സ്തുതിക്കട്ടെ. കേട്ടോ, അവൻ ഇരമ്യാവിനെ രക്ഷിച്ച ദൈവം, ഇരമ്യാവിനെ വിടുവിച്ച ദൈവം, അവൻ നമ്മെ വിടുവിക്കും. സ്തോത്രം. ദൈവത്തോടൊപ്പം നിൽക്കുക, ദൈവത്തോടൊപ്പം നിൽക്കുക. ആമേൻ. അങ്ങനെ ആമേൻ. സ്തോത്രം. വളരെ വേദനയിലൂടെ, വളരെ സങ്കടത്തിലൂടെ അവൻ കടന്നുപോയപ്പോഴും കർത്താവ് കൂടെയിരുന്നു. കൂടെയിരുന്ന ദൈവം ആമേൻ ഇരമ്യാവിനോട് പറഞ്ഞതെന്താ? ഇരമ്യാവേ, യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നീ മടങ്ങി വന്ന ഞാൻ നിന്റെ ഞാൻ നിന്നെ എന്റെ മുമ്പാകെ നിൽപ്പാൻ തക്കവണ്ണം. കേട്ടോ, സ്തോത്രം. ഹല്ലേലൂയ. ഒരു ദോഷവും ഈ ജനത്തോടൊപ്പം ചെയ്യുവാൻ ഇരമ്യാവ് പോയില്ല. ദോഷം ചെയ്യുന്ന ഒരു കൂട്ടത്തിന്റെ നടുവില പ്രവാചകനായ ഇരമ്യാവ് നിൽക്കുന്ന നോർത്തോണം. ഇന്ന് രാത്രി പല ഭക്തന്മാരും ഇരുന്ന് ഞെരുന്നതിന്റെ കാരണം പല ഭക്തന്മാരും ആത്മാവിൽ ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാർ അവ ചിലപ്പോ വേദികൾ കുറവായിരിക്കും, ചിലപ്പോ ഹല്ലേലൂയ കൺവെൻഷൻ വേദികളൊന്നും കിട്ടിയില്ലെന്നിരിക്കാം, ചിലപ്പോ ജനറൽ കൺവെൻഷൻ വേദികളൊന്നും പങ്കിടാൻ കഴിഞ്ഞില്ലെന്നിരിക്കാം. ഭക്തൻ വേദനിക്കുന്നുണ്ട്. കാരണം എന്താ? ജനത്തിന്റെ പോക്ക്. ജനം ഉപദേശം തെറ്റി, ഉപദേശം കേൾക്കാതെ, ഉപദേശത്തിൽ നിൽക്കാതെ പോകാൻ നിർത്ത ഭക്തന്മാർ വേദനിക്കുന്നുണ്ട്. ഒരു ദോഷവും അത് ചെയ്യാൻ പോകുന്നില്ല. ഇരമ്യാവും ഒരു ദോഷവും ചെയ്യാൻ പോയി. എന്നിട്ടും ദൈവം പറയുന്നത് എന്തുവാണ്? നീ മടങ്ങി വന്നാൽ കാരണം എവിടുന്ന് മടങ്ങി വരണം? ഈ ദോഷം ചെയ്യുന്ന ജനത്തിന്റെ ഇടയിൽ നിന്ന് നീ മടങ്ങി വരണം. ദോഷം ചെയ്യുന്നവന്റെ കൂടെ നീ നിൽക്കണ്ട, ദോഷം ചെയ്യുന്നവനോട് നീ നിൽക്കണ്ട, ദോഷം ചെയ്യുന്നവൻ നിന്റെ കൂടെ നിൽക്കണ്ട. നീ മടങ്ങി വര്. നീ മടങ്ങി വന്ന ദൈവസന്നിധിയിൽ നിന്ന, ദൈവത്തിന്റെ മുമ്പാകെ നിന്ന ദൈവം നിന്നെ വീണ്ടും കൈക്കൊള്ളു. ദൈവം നമ്മെ കൈക്കൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് തുറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുക. കേട്ടോ, സ്തോത്രം, സ്തോത്രം. നീ മടങ്ങി വന്ന് എന്റെ മുമ്പാകെ നിന്നാൽ തക്കവണ്ണം വീണ്ടും ദൈവം കൈക്കൊള്ളു. നീ അധമമായത് ഒഴിച്ച് ഉത്തമമായത്, കേട്ടോ, ഈ ദോഷം ചെയ്യുന്നവന്റെ കൂടെ നിന്നാൽ അധമമായി ചെയ്യാനേ പോകത്തുള്ളൂ. സ്തോത്രം. കേട്ടോ, ദൈവത്തിന്റെ സ്നേഹം മനസ്സിലാക്കിക്കോ. ദൈവമക്കളെ, ഇന്ന് രാത്രി പറയുന്നത്, നീ അധമമായത് പ്രവർത്തിക്കാനല്ല ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അധമമായി പ്രവർത്തിക്കാനുള്ള കാരണം എന്താ? ദോഷം ചെയ്യുന്നവന്റെ കൂടെയും നിന്നെ ശപിക്കുന്നവന്റെ കൂടെയും നിന്റെ ദൈവത്തെ പരിഹസിക്കുന്നവന്റെ കൂടെ നീ പോയാ അധമമായത് ചെയ്യാൻ, അധമമായത് പ്രവർത്തിപ്പാനും ഇടയായി തീരും. അതിനിടയായി തീരാതിരിക്കാനാ ഇന്ന് രാത്രി വചനം നമ്മോട് അറിയിക്കുന്നത്. അധമമായത് ഒഴിച്ചത് ഉത്തമമായത് പ്രസ്താവിക്കണം. ദൈവത്തിന്റെ വചനം, ഉത്തമമായ ദൈവത്തിന്റെ വചനം, ഉത്തമമായ ദൈവത്തിന്റെ ആലോചന പ്രസ്താവിക്കുക. അവൻ എന്റെ വാഗൊണ്ട് പറയാനാ സ്വർഗം നിന്നെ നിർത്തിയിരിക്കുന്നത്. യേശുവിന്റെ നാമത്തിൽ ഉത്തമമായത് പ്രസ്താവിക്കും. സന്തോഷമുള്ള ദൈവം മനസ്സിലായോ? ഉത്തമമായത് പ്രസ്താവിക്കാൻ കഴിയുന്നുണ്ടോ? കഴിയണമെങ്കിൽ ദൈവത്തിന്റെ സന്നിധി മടങ്ങി വന്ന് ദൈവത്തിന്റെ മുമ്പാകെ നിൽക്കുക. ദൈവം നിന്നെ നിർത്തും, ദൈവം നിന്നെ വീണ്ടുകൊള്ളും, ദൈവം നിന്നെ രക്ഷിക്കും. അധമമായത് ഒഴിക്കണേ. ദൈവത്തിന്റെ മുമ്പാകെ വരുന്നവൻ അധമമായതിനെ മാറ്റി നിർത്തി ഉത്തമമായത് പ്രസ്താവിച്ചുകൊണ്ട് ദൈവത്തിന്റെ മുമ്പാകെ നിന്ന താഴ്മയോടെ ദൈവസന്നിധി നിന്ന കണ്ടോ, അധർമ്മം പ്രവർത്തിക്കുന്നവരുടെ ഇടയിൽ നിന്ന് അധർമ്മമായത് വിട്ട ഉത്തമമായത് നീ പ്രസ്താവി. ദൈവവചനത്തിൽ നിൽക്കുക. ആരെല്ലാം എന്തെല്ലാം കാട്ടിക്കൂട്ടിയാൽ, ആരെല്ലാം എന്തെങ്കിലും ഒക്കെ കാട്ടിക്കൂട്ടിക്കോട്ടെ, ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്. എന്നെ വിളിച്ച് വേർതിരിച്ച ദൈവം എന്റെ ദൈവമാ. ആ ദൈവവചനമാണ് എന്നെ നടത്തുന്നത്. ആ വചനത്തിന്റെ ഉപദേശത്തിൽ നിൽക്കാനാ എന്റെ ജീവിതത്തിന്റെ അന്ത്യം വരെ ഞാൻ ആഗ്രഹിക്കുന്നുള്ള താല്പര്യം, ആ സമർപ്പണം, ആ ആഗ്രഹം ദൈവത്തിന്റെ പക്ഷത്ത് നിൽക്കുക. സ്വർഗവിടെയാക്കും. സ്വന്തം സമയം മുമ്പോട്ട് പോകുക. സക്കരിയാവിന്റെ പ്രവചനം 3-7 വായിച്ച് സ്വന്തം സക്കരിയ ചാപ്റ്റർ 3:7 പെട്ടെന്ന് വായിച്ചു. എന്റെ കാര്യം നോക്കുകയും ചെയ്താൽ നീ എന്റെ ആലയത്തെ പരിപാലിക്കുകയും എന്റെ പ്രാകാരങ്ങളെ സൂക്ഷിക്കുകയും ഞാൻ നിനക്ക് ഈ നിൽക്കുന്നവരുടെ ഇടയിൽ ആഗമനം അനുവദിക്കുകയും കേട്ടോ, ദൈവം നിന്നെ
കൂട്ടി വരുത്തണമെങ്കിൽ സ്വോത്രം സ്വോത്രം ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നാം ചെല്ലണമെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ചെല്ലാൻ ഇടയായി തീരുന്നത് ആർക്കാ? സ്വോത്രം. ദൈവത്തിന്റെ വഴികളിൽ നടക്കുകയും ദൈവത്തിന്റെ കാര്യം നോക്കുകയും ചെയ്യും. സ്വോത്രം. ദൈവത്തിന്റെ ആലയത്തെ പരിപാലിക്കുന്നവൻ. സന്തോഷമാണ് ഇന്ന് രാത്രി സ്വർഗം പറയുന്നത്. യോശുവയോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ദൈവത്തിന്റെ ദൂതൻ സാക്ഷീകരിക്കുന്ന വചനമാകട്ടോ. യോശുവയോടുള്ള ബന്ധത്തിൽ യോശുവ ആരാന്ന് നമുക്കറിയാമല്ലോ. വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. ഇന്ന് രാത്രി ആ വചനത്തോടുള്ള ബന്ധത്തിൽ ഒന്ന് ചിന്തിച്ച് ഭാഗം ഞാൻ അവസാനിപ്പിക്കാം. ഇന്ന് രാത്രി യോശുവയെ കുറിച്ച് ദൂതൻ സാക്ഷീകരിക്കുക. പറയും ദൈവത്തിന്റെ അള്ളപ്പാട് എന്താണ്? നീ എന്റെ വഴികളിൽ നടക്കണം. രാത്രി അധമമായത് ഒഴിച്ച് ഉത്തമമായത് പ്രസ്താവിച്ച് ദൈവത്തിന്റെ പക്ഷത്തുള്ളവരായി ദൈവത്തിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് ദൈവത്തെ ആരാധിച്ച് വിടുതൽ പ്രാപിച്ചു പോകുക. ഈ കാലങ്ങളിൽ ഈ കാലഘട്ടങ്ങളിൽ പലരും പക്ഷം പിടിച്ചു നിൽക്കുമ്പോ ആരുടെ പക്ഷം ചേരാൻ പോകണ്ട. നീ ദൈവത്തിന് വേണ്ടി നിന്ന, നീ ദൈവത്തിന് വേണ്ടി നടന്ന, നീ ദൈവസന്നിധി നിൽക്ക, ദൈവത്തിന്റെ വഴി നടക്ക, ദൈവത്തിന്റെ കാര്യം നോക്ക, ദൈവസഭയുടെ കാര്യം നോക്ക. നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം ചിലപ്പോ ഒരു പായിടാനായിരിക്കാം, ചിലപ്പോ പാത്രം കഴുകാനായിരിക്കാം, ചിലപ്പോ ഇതൊക്കെ ഒന്ന് എടുത്തു വെക്കാനായിരിക്കാം, ചിലപ്പോൾ ഒന്ന് വൃത്തിയാക്കാനായിരിക്കാം. ദൈവ വേലയുള്ള ബന്ധത്തിൽ അവൻ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അത് ദൈവത്തിന്റെ കാര്യമാണ്. ദൈവം ആരും തള്ളിക്കളയത്തില്ല. മനുഷ്യൻ നോക്കുമ്പോ അവൻ അതൊക്കെയല്ലേ ചെയ്യുന്നത്, ഞാൻ അത് വല്ലോ ആണോ, എന്നെ കൊണ്ട് എന്തൊക്കെയാ ആരും ചിന്തിക്കരുത്. എന്നെ കൊണ്ട് ഏതാണ്ടൊക്കെ ചെയ്ത് വെറുതെ ഇന്ന് രാത്രി സ്വർഗം പറയട്ടോ. ദൈവത്തിന് വേണ്ടി നീ എന്തെങ്കിലും ഒക്കെ ചെയ്യാൻ തയ്യാറാക. ദൈവത്തിന്റെ വഴിയിൽ നടന്ന് ദൈവ വേലയ്ക്ക് വേണ്ടി ചെയ്യുക, ദൈവസഭയ്ക്ക് വേണ്ടി ചെയ്യുക, ദൈവത്തിന്റെ ആത്മാവ് നിറഞ്ഞ് പ്രാർത്ഥിക്കാൻ തയ്യാറാക. രാത്രിയുടെ യാമങ്ങൾ ആത്മഭാരത്തോടെ പ്രാർത്ഥിക്കുക. സുവിശേഷ വേലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കഷ്ടത അനുഭവിക്കുന്ന ദൈവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവിന് വേണ്ടി കാര്യം ചെയ്താൽ നീ എന്റെ ആലയത്തെ പരിപാലിക്കുകയും എന്റെ പ്രാകാരങ്ങളെ സൂക്ഷിക്കുകയും ഞാൻ നിനക്ക് ഈ നിൽക്കുന്നവരുടെ ഇടയിൽ ദൈവത്തിന്റെ സന്നിധിയിൽ ചെല്ലുവാൻ, ദൈവസന്നിധി പുറപ്പെടുവാൻ, ദൈവത്തോടൊപ്പം പുറപ്പെടുവാൻ ദൈവസന്നിധി ഇടയായി തീരുമെന്ന ശക്തമായ ആലോചന രാത്രി വചനം നൽകിയ ദൈവത്തോടൊപ്പം പുറപ്പെടുന്നവർ, ദൈവത്തോടൊപ്പം പോകുന്നവരാണ് ദൈവത്തിന്റെ പക്ഷക്കാർ. അല്ലാത്ത പക്ഷക്കാരൊന്നും ദൈവത്തോടൊപ്പം പോത്തില്ല. അങ്ങനെ ആരെങ്കിലും വിചാരിക്കുന്നെങ്കിൽ തെറ്റി. മനുഷ്യരുടെ പക്ഷം നിന്ന്, നേതാക്കന്മാരുടെ പക്ഷം പിടിച്ച് ആരെങ്കിലും ഒക്കെ നിന്ന് ദൈവത്തോടൊപ്പം പോകാൻ കഴിയത്തില്ല. ദൈവത്തിന്റെ വഴി നടക്കണം. ദൈവത്തിന്റെ ആലയത്തെ പരിപാലിച്ചുകൊണ്ട് ദൈവത്തിന്റെ പ്രാകാരങ്ങളെ സൂക്ഷിച്ചുകൊണ്ട് നിൽക്കുന്നവരുടെ ഇടയിൽ ആഗമനം അനുവദിക്കുകയും ചെയ്യട്ടോ. ദൈവം അനുവദിക്കും. എന്തിനാ? ദൈവത്തോടൊപ്പം പുറപ്പെടാ. ഇന്ന് രാത്രി ദൈവത്തോടൊപ്പം പുറപ്പെടാ, ദൈവത്തോടൊപ്പം യാത്ര ചെയ്യാ. ദൈവം അനുവദിക്കണം. ചുമ്മാ നിന്ന് നാം ദൈവത്തോടൊപ്പം പുറപ്പെടുന്ന പറഞ്ഞ നടക്കത്തില്ല. ദൈവം അനുവദിക്കണം. ദൈവം അനുവദിക്കണമെങ്കിൽ ദൈവത്തിന്റെ പക്ഷത്തുള്ളവരാ, കർത്താവിന്റെ പക്ഷത്തുള്ളവരായി തീരുക. ഇന്ന് രാത്രി ദൈവം നമ്മെ ഈ വചനങ്ങളാ ഇടയാക്കി തീർക്കട്ടെ. ഈ വചനത്തിന് മുമ്പാകെ നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് സ്തോത്രം അധമമായത് ഉപേക്ഷിച്ച് ഉത്തമമായതിനെ പ്രസ്താവിച്ചുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ ദൈവത്തിന്റെ മുമ്പാകെ നിന്ന് ദൈവം ആഗ്രഹിക്കുന്ന പ്രകാരം മുൻപോട്ട് പോകുക. ഈ സഭയെ, ദൈവജനത്തെയും പ്രസംഗിക്കുന്ന ദൈവദാസനെയും ദൈവമങ്ങളെയും എല്ലാവരെയും കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നെങ്കിൽ അത് ദൈവത്തിന്റെ ആഗ്രഹമാണ്. ആഗ്രഹത്തിന്റെ മുമ്പാകെ ഈ വചനത്തിന് മുമ്പാകെ സമർപ്പിച്ച് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഈ വചനങ്ങളാ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.